ജാസ്മിനെ രക്ഷപ്പെടുത്താൻ റസ്മിനും ഗബ്രയും കൂടി അടിയാണ്. റസ്മിൻ പറയുന്നു ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം ജാസ്മിനെ. ഗബ്രി പറയുന്നു ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം ജാസ്മിനെ. ജാസ്മിൻ ആണെങ്കിലോ എനിക്ക് റസ്മിനും വേണം ഗബ്രിയും വേണം. ഗബ്രി പറയുന്നു റസ്മിനെ വിശ്വസിക്കരുത്. റസ്മിൻ പറയുന്നു ഗബ്രിയെ വിശ്വസിക്കരുത്. ഗബ്രി ജാസ്മിൻ്റെ തോളിച്ചാരി കിടക്കുന്നു. മതി, നീ ഇവിടെ ജയിക്കാനാണ് ജാസ്മിനെ വന്നത്, ഇവക്ക് ഊർജം കൊടുക്കാനാണ് നമ്മൾ വന്നത്, കേട്ടല്ലോ. മതിയാക്ക് ഗബ്രി. എന്ത് മതിയാക്കാൻ? എന്ത് മതിയാക്കാൻ? എന്ത് മതിയാക്കാൻ? നീ ആദ്യം പറ. സത്യം പറഞ്ഞാൽ ജാസ്മിനാണ് ഇപ്പോൾ പെട്ട് കിടക്കുന്നത്. ഇത്തിരി മര്യാദയ്ക്ക് ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കാം, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് നേരം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സംഭവം, അൻസിബയ്ക്ക് നേരെ മാസീവായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക്, ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളും പറയാം. അൻസിബ ആ വിഷയത്തിൽ കുറച്ച് പ്രതികരിച്ചിട്ടുണ്ട്, എന്താണ് കാര്യം എന്നുള്ളതും പറയാം. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. നമുക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ലാസ്റ്റ് ഡേ ആയ ഡേ 97 ജൂൺ 15 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. നാളെ റിവ്യൂ കഴിയുമ്പം ആരും അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ടുള്ള ബിഗ് ബോസിൻ്റെ യാത്രയിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആരും ഇത്രയും ദിവസം സപ്പോർട്ട്, ഇനിയും നിങ്ങൾ തന്നെ ആയിരിക്കണം എൻ്റെ സപ്പോർട്ട്. അതെനിക്ക് പറയാൻ എനിക്കൊരു അഭിമാനമാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ റിവ്യൂ ആണ്. നാളെ നമ്മൾ ഗ്രാൻഡ് ഫിനാലയുടെ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. അവിടെ ഗെയിമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് മെയിൻലി ഈ പറയുന്ന കണക്ക് വീട്ടിൽ രാവിലെ പാട്ടിരുന്നു, ഭയങ്കര കുട്ടനടങ്കം ചെയ്യില്ല, ഏറ്റവും വെള്ളം തഴയും ആ പാട്ടൊക്കെ കേട്ട് തീരുകയാണല്ലോ, എല്ലാം തീരുന്നു, ഭയങ്കര ഹാപ്പി. രാവിലെ തന്നെ ഫസ്റ്റ് നോറയുടെ എൻട്രിയാണ്. നോറയുടെ എൻട്രിയൊക്കെ ഓക്കെ. അതിനുശേഷം സിജോയുടെയും നന്ദനയുടെയും സായിയുടെയും ഒരുമിച്ചുള്ള എൻട്രിയാണ്. വന്നുകൊണ്ട് തന്നെ സായി നമ്മുടെ ജാസ്മിൻ ആ കൂടെ താര പോഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത് അടുത്ത 48 മണിക്കൂർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്, നീ എന്തെങ്കിലും ഓഫായിരിക്കണം, വാ 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 എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ കരയുന്നുണ്ട്, സായി കെട്ടിപ്പിടിക്കുന്നുണ്ടടി. ജാസ്മിൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവിനായാലും ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രഷറാണ് നമുക്ക് കാണുമ്പോഴറിയാം. ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രഷർ, അയ്യോ ഇവിടെ വന്ന് ഓരോന്നോരോന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ ഒരു പ്രഷർ. അപ്പോൾ സായി എന്നല്ല ആരങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് ജാസ്മിൻ പിന്നെ കരയുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പോയിരുന്ന് ആശ്വസിപ്പിച്ച് തോളിൽ നിന്റെ സാന്ത്വന സ്പന്ദനം എന്തിന് ഏതൊരു സൂര്യോദയം, ഈ പാട്ടെല്ലാം പാടി ചാരി ജാസ്മിൻ്റെ തോളിൽ കിടക്കാണ്. ഇത് കണ്ടുകൊണ്ട് റസ്മിൻ വരുന്നു. കുറേ നേരം റസ്മിൻ ഇത് കണ്ടുകൊണ്ട് നിന്നിട്ട് ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷറാണ് ഇതൊക്കെ കാണുമ്പം. ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം റസ്മിൻ, എടാ ഗബ്രി മതിയടാ, നീ കരയരുത് ജാസ്മിനെ, നീ ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഗബ്രി എന്ത് മതി, ഇന്ദു മതിയല്ല, എന്ത് മതി പറ, എന്ത് മതി എന്നാണ് നീ പറഞ്ഞത്, എന്താണ് പറ. അപ്പം റസ്മിൻ, എടാ നമ്മൾ ഇവിടെ വന്നത് ഇവളെ ജയിപ്പിക്കാനാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ജാസ്മിൻ ജയിക്കുക. ഇപ്പോഴത്തെ ലക്ഷ്യം ജാസ്മിനെ ജയിക്കുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, കേട്ടോ. പുറത്തിറങ്ങി നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് റസ്മിൻ ദേഷ്യപ്പെട്ടാണെന്ന് എഴുന്നേറ്റ് പോകുന്നു. അതായത് നീ ഇവിടെ വീണ്ടും ഉള്ള കൂടെ ഇങ്ങനെ ഒട്ടിയിരിക്കല്ലേ, അവർക്ക് നെഗറ്റീവ് അടിക്കുന്ന എണീറ്റ് പോയെൻ്റെ ഗബ്രി എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്. ഗബ്രിക്ക് അതറിയാം. പക്ഷേ ഗബ്രിക്ക് ഈ പറഞ്ഞാൽ ഇത്രയും 99% നെഗറ്റീവായി. ഇനി പറഞ്ഞാൽ 1% കൂടെ ആവണമെങ്കിൽ ആവട്ടെ എന്നുള്ള മട്ടിലാണ് ഗബ്രി ഇരിക്കുന്നത്. അപ്പോൾ പെട്ടിടക്കുന്ന ജാസ്മിന. റസ്മിൻ പറയുന്നതും കേൾക്കാൻ വയ്യ, ഗബ്രി പറയുന്നതും കേൾക്കാൻ വയ്യ, ഇരുന്ന് കരയേക്കോ. റസ്മിൻ നേരെ പോയി ഈദ് അപ്സരയുടെ കത്തിക്കുന്നു. അപ്സര പറഞ്ഞു എനിക്കിതൊന്നും കേൾക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്ക്, നീ എന്തിനാണ് ആവശ്യമായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്, നീ പോണ്ട. എടി ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ ഞാൻ വേണ്ട. അവിടെ അപ്സര കറക്റ്റായിട്ട് പറഞ്ഞു എന്തോ ആവട്ടെ, എന്തോ പോട്ട് പോലും ഇത്രയായി, ഇനി എന്തോ വെച്ചാൽ ആവട്ടെ, ആ ലെവലിലാണ്. പിന്നീട് ഈ പറയുന്ന പോലെ കാര്യമായിട്ട് നമ്മുടെ ശ്രീതു അർജുൻ ശ്രീതു ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. കാരണം ശ്രീതു വന്നിട്ട് അർജുൻ്റെ അടുത്ത് അധികം അടുക്കുന്നില്ല. പിന്നീട് നന്ദി സൂചകമായിട്ടാണ് അർജുൻ ശ്രീതുവിനോട് സംസാരിക്കുന്നതും. എന്താ പറയുക, നീ എനിക്കിവിടെ ഇങ്ങനെ എനിക്ക് ആഹാരം വാരി തന്നു, എൻ്റെ കൂടെ നിന്നു, അത് ചെയ്തു തന്നു, ഇത് ചെയ്തു, എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട്, നീ ഒരു സ്ട്രോങ് വുമണാണ്, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എനിക്കെന്തോ അർജുൻ ശ്രീതുവിൻ്റെ അടുത്ത് പോയി ഒരുമാതിരി കാല് പിടിക്കുന്ന മട്ടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ശ്രീതു എന്തോ ഇവിടെ സംതിങ് നടന്നിട്ടുണ്ട്.
പുറത്തിറങ്ങി എനിക്കൊന്ന് ശ്രീധുവിൻ്റെ അമ്മ പോലും വിളിച്ച് അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതെനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഫീലായി. ഒരു ഡിസ്റ്റൻസ് അർജുൻ ഇടുന്നില്ല, ശ്രീധു ഒരു ഡിസ്റ്റൻസ് ഇടുന്ന പോലെ തോന്നി. ശ്രീധു അങ്ങനെ അധികം അടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നീട് നേരിട്ട് ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ. പിന്നീട് അവർക്ക് ഒരു മ്യൂസിയം, ഇവരുടെ ഓർമ്മകളൊക്കെ നിറച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് എല്ലാം നിറച്ചിട്ട് മ്യൂസിയം ആക്ടിവിറ്റി ഏരിയയിൽ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നേരെ എല്ലാവരും എക്സിറ്റ് ആവുന്നതാണ് മെയിനായിട്ടെന്ന് കാണിക്കുന്നത്. വേറെ അവിടെ കാര്യങ്ങളൊന്നും തന്നെ വേറെ വരുന്നില്ല, എല്ലാവർക്കും ഹാപ്പിയാണ്, സന്തോഷമാണ്. സിജോ അർജുൻ്റെ അടുത്ത് ഇതിൽ കൂടെ അടുപ്പം കാണിക്കുന്നുണ്ട്. പക്ഷേ അർജുൻ്റെ അടുത്ത് അടുപ്പം കാണിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഇവിടെ വന്നത് ജയിക്കാനാണ്, എനിക്ക് കാലടറി പോയി, അപ്പം നീ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലെവലാണ് പറയുന്നത്. എന്നിട്ട് സിജോ പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയണം, ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു മീഡിയയുടെ കാര്യമായിരിക്കും പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. കാരണം ഇത്രയൊക്കെ ആയില്ലേ, കളിക്കുന്നവർ കളിക്കട്ടെ. കാരണം ഇത് പറഞ്ഞു കൊടുക്കുമ്പം സിജോയ്ക്ക് നെഗറ്റീവാണ്. കാരണം ഇപ്പം റസ്മിന് നെഗറ്റീവ് ഉണ്ടോ എന്ന് വെച്ചാൽ, റസ്മിൻ ഇപ്പം ജാസ്മിൻ്റെ അടുത്ത് അവിടെ വരുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും റീ എൻട്രി വരുന്ന ഓരോ കണ്ടസ്റ്റൻസും ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പം സിജോ വന്നിട്ട് അർജുനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അർജുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവിടെ സിജോയ്ക്ക് നല്ല നെഗറ്റീവ് വരും. അപ്പോൾ അത് സിജോ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ റസ്മിൻ വന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പം അത് ആദ്യമേ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് വലിയ രീതിക്ക് വരത്തില്ല. റസ്മിൻ ആദ്യമേ ജാസ്മിൻ്റെ കൂടെ ആണല്ലോ, പക്ഷെ സിജോ ആദ്യമേ അല്ലായിരുന്നു, ആദ്യമേ അർജുൻ്റെ കൂടെ അല്ലായിരുന്നു. നമ്മൾ അത്രയും ലൈവിൽ അത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുമില്ല. ഈ അവസാനം പോയപ്പോൾ അർജുൻ പൊട്ടിക്കരഞ്ഞപ്പോൾ തന്നെ ഈ ഇത്രയും ഇൻസിഡൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി അടിക്കും. അപ്പോൾ പിന്നീട് എല്ലാവരും ബായ് പറഞ്ഞ് പോവുകയാണ്. പോയിട്ട് ഇനി അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇതാണുള്ളത്. എല്ലാവരും ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്നു. ഒരു ദിവസം കൂടി ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ്, അർജുൻ കരച്ചിലാണ്, ജിൻഡോയെ കാണിക്കുന്ന പോലുമില്ല. അതിന് ശേഷം പിന്നെ നമ്മുടെ ഋഷിയും അഭിഷേകും നോർമലായിട്ട് നിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി അൻസിബയുടെ കേസ്. അൻസിബ പറയുന്നുണ്ട് ഇന്ന് വീട്ടിനകത്ത് പോയിട്ട് നമ്മുടെ അർജുനോട് സംസാരിച്ചൊരു ടോപ്പിക്കാണ്. അതായത് ശ്രീധുവിൻ്റെ അമ്മ വന്ന സമയത്ത് രാത്രി കിടന്ന് നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പം പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമെന്ന് അൻസിബ പറഞ്ഞതിന് നെഗറ്റീവായിട്ട് എടുത്തുകൊണ്ട് അൻസിബയുടെ നേരെ ഇന്ന് അർജുൻ 2-3 തവണ കുത്തി. അപ്പോൾ അത് ഇവരുടെ തമ്മിൽ കശാപിശ ആയ കേസാണ് അൻസിബ ഇന്നൊരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ അൻസിബയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക്, അൻസിബയെ അണലിബ, ബെഡ്സിബ, കട്ടിൽ റാണി എന്നെല്ലാം വിളിച്ചെന്ന് പറഞ്ഞ് അൻസിബ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ്. ഈവൻ ഞാൻ റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് ഞാൻ അൻസിബയുടെ ഒത്തിരി പോസിറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻസിബ റിയലാണ്, ഒറിജിനലാണ് അല്ലേ. അതേസമയം ഈ പറഞ്ഞ പോലെ ഒത്തിരി അതിനകത്ത് ബുള്ളി നടന്നിട്ടുണ്ട്. ഒത്തിരി ഈ പറഞ്ഞ പോലെയുള്ള ഈ പറഞ്ഞ സിജോയുടെ നേരേക്കുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയാലും, അല്ലെങ്കിൽ ഈ ഒരു ഡോമിനൻ്റ് ആയാലും, അല്ലെങ്കിൽ ഋഷി അൻസിബയുടെ സഹോദരനായിരിക്കാം കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഡോമിനൻ്റ് അവിടെ നമുക്ക് ഒരു റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം, നമുക്ക് ഫീലിങ്സ് ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗെയിം കഴിഞ്ഞു, അൻസിബ എവിക്റ്റായി. അത് വളരെ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, അത് നമ്മൾ പറഞ്ഞു. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് വളരെ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. എന്നിട്ടും വീണ്ടും ഈ ടോപ്പിക്ക് കൊച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ പോയി ആ കൊച്ചിനെ ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് എത്ര നല്ല കണ്ടസ്റ്റൻ്റ് ആണ് നിങ്ങൾ. കുറേ പ്രേക്ഷകർ, ഞാൻ എല്ലാവരെയും പറഞ്ഞില്ല, കുറേ പ്രേക്ഷകർ കാണാം. എത്ര നല്ല കണ്ടസ്റ്റൻ്റ് ആണ് ഈ സീസണിൽ നിന്ന് കൊഴിഞ്ഞു പോയെന്നറിയാമോ? അൻസിബയൊക്കെ ടോപ്പ് 7 വരെ എത്തിയേനെ. ഞാൻ ഇന്ന് രാവിലെ ആ വീഡിയോയിൽ പറഞ്ഞപ്പോഴും അൻസിബയോ പരദൂഷണക്കാരിയോ അവളോ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഗെയിമായിട്ട് കാണൂ. ഗെയിം ടോപ്പ് 7 ഒക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളായിരുന്നു അൻസിബ. തുടക്കമൊന്നും ആയിരുന്നില്ല, ഒരു 50 ദിവസം കഴിഞ്ഞപ്പോൾ അൻസിബ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഞാൻ ഞാൻ നെഗറ്റീവ് പറയുമ്പോഴും ഞാൻ ഓപ്പോസിറ്റ്. അപ്പം നെഗറ്റീവ് പറയുമ്പോൾ അന്നേരം നീ അവളെ നിനക്ക് അവളെ ഇഷ്ടമില്ല, നിനക്ക് അവളെ റഷ്യ ഇഷ്ടമല്ല. അപ്പം എനിക്ക് ഇഷ്ടമല്ലാത്തല്ല, എനിക്ക് റിവ്യൂ പറയുമ്പോൾ അവരുടെ ഫീലിങ്സിന് വാല്യൂ ഇല്ല. അവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ ഫീലിങ്സിന് വാല്യൂ ഉണ്ട്, മനസ്സിലായോ? ആസ് എ റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഋഷിക്കോ അഭിഷേകിനോ ഒക്കെ കപ്പ് കൊടുക്കാൻ ഞാൻ പറയേണ്ടി വരും. അപ്പോൾ അതാണ് സംഭവം. അൻസിബയെ അറ്റാക്ക് ചെയ്യാതിരിക്കുക. ഭയങ്കര ആ കുട്ടി പറയുന്നത് എന്ത് കഷ്ടമാണിത്. ആ കുട്ടി പറയുന്നത് കേട്ടിട്ട് തന്നെ സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. അൻസിബയെ എന്നല്ല ആരെയും അറ്റാക്ക് ചെയ്യാതിരിക്കുക. ഗെയിം കഴിഞ്ഞു, തീർന്നു. നമുക്ക് അടുത്ത സീസൺ വരട്ടെ. നിങ്ങൾക്ക് പോയി സീസൺ നടക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിർത്തൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി പ്രൊമോകൾ വരാനുണ്ട്, നാളത്തെ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകൾ വരാനുണ്ട്. അപ്പോൾ ഇന്നെന്തോ ഭാഗ്യത്തിന് നടന്ന എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ പറ്റി. നാളെയും അറിയുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പോയി വോട്ടുകൾ ചെയ്യുക. നാളെ രാവിലെ 10 മണി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആർക്കാണ് വോട്ട് എന്നുള്ള കാര്യം. അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.